എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസസ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ആൻഡ് ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാൻ ചെയ്ത് നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി ഇന്നലെ ഞാൻ ജസ്റ്റ് ഈ ഒരു ലെവൽ ഷെയർ ചെയ്തായിരുന്നു. കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ തന്നില്ല. പ്രൈസ് എന്ത് ചെയ്തു? ഇന്ന് ഈ ലോ കട്ട് ചെയ്തിട്ടില്ല ആൻഡ് പ്രൈസ് സ്റ്റിൽ ബൗൺസ് ആണ് കാണിക്കുന്നത്. റൈറ്റ്, ഇപ്പോൾ ബൗൺസ് തന്നെ പറയുള്ളൂ. പ്രൈസ് ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, യെസ്റ്റർഡേ ലോ ആൻഡ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ സ്ട്രക്ചർ ക്ലിയർ അല്ല. ഇതിൻ്റെ അകത്ത് സൈഡ് വേസ് തന്നെയാണെന്ന് പറയാം. ഓക്കെ, നാളെ എന്താണ് നമുക്ക് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ബിഗർ ടൈം ഫ്രെയിമിലേക്കാണ് വന്ന് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുക ഐ തിങ്ക്. ഓക്കെ, ഫസ്റ്റ് ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇവിടെ നിന്ന് ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ചാനലിൻ്റെ സപ്പോർട്ട് ഇവിടെ കാണുന്നുണ്ട്. പ്രൈസ് ആയിട്ട് ഇത് കണ്ടോ? സോ ഈ ഒരു ബ്ലാക്ക് ചാനൽ ഇതിൻ്റെ അകത്താണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് സ്റ്റിൽ. ഇതിൻ്റെ ബിലോ പ്രൈസ് പോകണമെങ്കിൽ ഫർദർ വീക്ക്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് സപ്പോർട്ടാണ്. ഇപ്പോൾ പ്രൈസ് അവിടെ സപ്പോർട്ടിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. റൈറ്റ്, ഈ ഒരു ചാനലിൻ്റെ സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം ഇനി നാളെ എങ്ങനെയാണ്. ഇനി ഫർദർ ഇതിൻ്റെ ബില്ല് പോവുകയാണെങ്കിൽ ഫർദർ വീക്ക്നെസ് നമുക്ക് കിട്ടും. അത് പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതൊരു നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ ഇത് നോക്കി ശ്രദ്ധിച്ച് വെക്കുക. പിന്നെ സ്മോൾ ടൈം ഫ്രെയിം കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് തരാനില്ല. പ്രൈസ് ഇത്തിരി കൺഫ്യൂസ് ചെയ്യുന്നത്. ബട്ട് യെസ്, എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രൈസ് ഇവിടുന്ന് ABC സ്ട്രക്ചറിലാണ്. സിയുടെ 5th ഇപ്പോൾ ഓൺ വേ. കൂടുതൽ നമ്മൾ എക്സ്പ്ലനേഷൻ ഞാൻ തരില്ല. എനിക്ക് ക്ലിയർ ഇല്ല എന്ന് വെച്ചാൽ ഇന്നലെ സൺഡേ ആയിരുന്നു. സൺഡേയുടെ ആ ഒരു ട്രേഡിംഗ് സെഷൻ പിന്നെ ഇവൻറ്റ് കൂടിയാണ്. അത് നമുക്ക് കൂട്ടണോ ഇല്ല എന്നാണ് ഒരു കൺഫ്യൂഷൻ. റൈറ്റ്, സോ അതിലേക്ക് നമുക്ക് കൂടുതൽ നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി കൺഫ്യൂസ് ആവും ഓവറോൾ. സോ നമുക്ക് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണ് ഇപ്പോൾ നോക്കുന്നത്? ഇത് 1i, ഇത് 2i, ഇത് 3i. ഓക്കെ, ഇത് 3rd ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ 4th ബൗൺസ് വന്നു. ആൻഡ് ഇത് 5th തന്നെ കൂട്ടാം നമുക്ക്. ഓക്കെ, അത് നോ ഇഷ്യൂ. 5th തന്നെ കൂട്ടാം നമുക്ക്. ഇതല്ല, കാരണം എന്ന് വെച്ചാൽ പ്രൈസ് ബേസ്ഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ. സോ 5th പ്രൈസ് ഉള്ളത്. ഇത് ക്ലിയർ ആയല്ലോ. ബാക്കി ഇനി ബോട്ടം ഔട്ട് ഇവിടെ നിന്ന് എങ്ങനെ, അത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനില്ല. ബാക്കി ഇതിൻ്റെ ഓൾറെഡി നമ്മൾ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ് 5th താഴത്തെ ടാർഗറ്റ് 161.80% ഓൾറെഡി പ്രൈസ് ടച്ച് ചെയ്തിരിക്കുന്നതാണ്. 5th കഴിഞ്ഞ് പ്രൈസ് പിന്നെ ബൗൺസ് തന്നെ തരാറുള്ളൂ യൂഷ്വലി റിവേഴ്സൽ തന്നാൽ. ഓക്കെ, സോ കാരണം വെച്ചാൽ ABCയുടെ 5th Cയിൽ 5 മൂവ്സ് ഉണ്ടാവുള്ളൂ. ഓൾറെഡി അത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 61.80% ആണ് ശരിക്കും യൂഷ്വലി. പിന്നെ അതിൻ്റെ ബിലോ 2 റേഷ്യോസ് കൂടി വരും. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ 340 ആൻഡ് ദെൻ 25,050 ഇതാണ് പിന്നെ വരുന്നത്. ഇത് മാക്സ് ആണ്. ബാക്കി പ്രൈസാണ്. നോക്കാം എങ്ങനെയൊക്കെയാണ് പ്രൈസ് ഇപ്പോൾ. ഓക്കെ, പിന്നെ 5th അകത്തുള്ള ഒരു അക്കൗണ്ടിങ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ കാണിക്കുന്നത് എങ്ങനെ 1, 2, 3 ഇത് 4th ബൗൺസ് ആണോ എന്നാണ് എനിക്ക് ആ ഒരു ഫീലിംഗ്. ബട്ട് ഇത് കണ്ടോ 5th ലാസ്റ്റ് അതിന് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു ഫുൾ പ്രോപ്പർലി. 5th അകത്തുള്ളത് ഇത് 1, ഇത് 2, ഇത് 3. ഓക്കെ, ഇത് 4 ആൻഡ് ദെൻ 5th ആണ് വരേണ്ടത്. ഓക്കെ, സോ 4th അബവ് ഇനി പ്രൈസ് പോവുകയാണെങ്കിൽ 5th ഫെയിലിയർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. റൈറ്റ്, 5th ആണല്ലോ. 5th. സോ നാളെ നോക്കാനുള്ളത് തന്നെയാണ് നമുക്ക്. 4th ബൗൺസ് ചെയ്താൽ കാണിക്കുന്നത് ഇത് 25,150. ഇതിൻ്റെ ബൗ പ്രൈസ് പോവുകയാണെങ്കിൽ പിന്നെ ബുള്ളിഷ്നെസ്സിലേക്ക് മാറും. ബട്ട് യെസ്, സൂക്ഷിക്കുക. ഞാൻ കൂടുതൽ ഇപ്പോൾ ഒന്നും പറയണില്ല ഇവൻറ്റ്, കാരണം ബിഗർ ടൈം ഫ്രെയിം ബുള്ളിഷ് എപ്പോഴാവും ഞാൻ ഓൾറെഡി ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇതിൻ്റെ അബവ് 25,500 കൂട്ടിക്കോ. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ക്ലോസിങ് ഡെയിലി ടൈം ഫ്രെയിം ക്ലോസിങ് ഇതിൻ്റെ അബവ് തന്നെ. ദാറ്റ് മീൻസ് പ്രൈസ് ട്രെൻഡ് ചേഞ്ച് ആയി എന്ന് പറയാം. ഓക്കെ, അതുവരെ നമുക്ക് നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഈ ഒരു ലെഗിൻ്റെ 4th ബൗൺസ് ഓൺ ഗോയിങ് ആണെങ്കിൽ 4th ബൗൺ ഈ സ്മോൾ ടൈം ഫ്രെയിമിലാണ് 15 ഇൻട്രാഡേ പർപ്പസിൽ ആണെങ്കിൽ പ്രൈസ് 61.80% പ്രൈസ് മാക്സിമമേ പോവുള്ളൂ. ബട്ട് 61.80% ടച്ച് ചെയ്താൽ ഇത് കണ്ടോ, അത് ഏതാണ് 25,120. ദാറ്റ് മീൻസ് ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ ദാറ്റ് മീൻസ് അത് ഇമ്പൾസിൻ്റെ സൈനാണ്. സോ നോക്കിയിട്ട് ചെയ്യുക. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ആ ഇവൻറ്റ് കാരണം തന്നെ ഞാൻ പറയുള്ളൂ. ഓക്കെ, പിന്നെ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇത് കൂട്ടുവാണെങ്കിൽ എന്താണ്, ഇത് 1, ഇത് 2. ഓക്കെ, ആൻഡ് 3 ഓൺ ഗോയിങ് ആണ്. ഇൻ കേസ് പ്രൈസ് ബുള്ളിഷിലേക്ക് പോവുകയാണെങ്കിൽ. റൈറ്റ്, ഇത് 1i, ഇത് 2 പ്രോപ്പർലി 81.20% പിൻ ബാർ ഫോം ചെയ്തിട്ടാണ് പ്രൈസ് പ്രോപ്പർലി ഇന്ന് പൊക്കിയത്. കണ്ടോ, പിൻ 81.20% 680 ഡേ ലെവൽ. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. സ്ട്രക്ചറിൽ ചെറിയൊരു എന്തോ ഉണ്ട്. നമുക്കത് ക്ലിയർ അല്ല. 5th ലാസ്റ്റിലാണ്. ഓക്കെ, ബട്ട് ഇവിടെ
ഇങ്ങനെയും ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ നോക്കേണ്ടി വരും. 25,150 അപ്പോൾ പ്രൈസ് പോവുകയാണെങ്കിൽ ദറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷിലേക്ക് മാറുകയാണ്, റൈറ്റ്? പ്രൈസ് ബുള്ളിഷിലേക്ക് മാറുക. ആൻഡ് 61.80% ഫോർത്തിൻ്റെ മാക്സിമം ബൗൺസ് ആണ്. പക്ഷേ ആ ബൗൺസിൻ്റെ അബവും പോകും പ്രൈസ്. സോ അത് നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. 2 ദിവസം സൂക്ഷിച്ചൊന്ന് ഇത് ചെയ്യുക. ഇതിൻ്റെ അബവ് ക്രോസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആകും. അത് അത്യാവശ്യം നല്ലൊരു ബൗൺസ് അപ്സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ ഒന്നും ഇത് പറയാനുള്ളതാണ് എനിക്ക്. ഇത് ഈ ഒരു ലെഗ് സ്മോൾ ടൈം ഫ്രെയിം 5 മിനിറ്റ്സിൻ്റെ ഈ ഒരു ലെഗ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രൈസ് എക്സ്റ്റൻഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് 5th ഓൺ ഗോയിങ് ആണ്. 5th എക്സ്റ്റൻഷനിലാണ്. ഒത്തിരി സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഡിസ്കഷൻ ചെയ്യുന്നത് ഞാൻ. ഇത് തേർഡിൻ്റെ ഇൻ കേസ് തേർഡ് ആണെങ്കിൽ തേർഡ് എക്സ്റ്റൻഷനിലാണ് കേട്ടോ, ശ്രദ്ധിക്കുക. 1, ഇത് 2, ഇത് 3, ഇത് 4 എക്സ്പെൻഡിങ് ആയതുകൊണ്ടാണ് ഇത് 4 കൂട്ടുന്നത് കേട്ടോ. ഈ 2യുടെ ലോവും ഇത് ഇച്ചിരി ഡീപ്പാണ്. നമ്മൾ അപ്കമിങ് ടൈമിൽ ഡിസ്കസ് ചെയ്യുള്ളൂ ഇതൊക്കെ എല്ലാം. സ്മോൾ ടൈം ഫ്രെയിം നിങ്ങൾ ചെന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റീഡ് ചെയ്യാൻ പറ്റും അത്. ഓക്കെ, ആൻഡ് ഇത് ഫുൾ 5th ആണ്. 5th അകത്ത് 1, 2, 3 ആണ് ഓൺ ഗോയിങ്. 5th ആണ്, 5th ഓൺ ഗോയിങ് ആണ്. 5th ഇതിൻ്റെ അബവ് പോയാൽ ദറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷായി. അപ്പോൾ പ്രൈസ് അത്യാവശ്യം നല്ലപോലെ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. 5th എക്സ്റ്റൻഷനിലാണ് കാണിക്കുന്നത്. 5th 1, 2, 3 ആണ്. പിന്നെ 5th 4 വരും. പിന്നെ 5th 5th കൂടി വരും. സോ നാളെ റെസിസ്റ്റൻസ് നോക്കണം എങ്ങനെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയിട്ട് ചെയ്യുക. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ടൈപ്പാണ് അവർ ഉണ്ടാക്കിയത്. ദറ്റ് മീൻസ് ഇതിൻ്റെ ലോവും എടുക്കും, 2യുടെ ലോ കൂടി എടുക്കും, ഇത് കൂടിയാവും. ബട്ട് ഇതെല്ലാം എന്താണെന്നറിയാമോ? ലീഡിങ് ഡയൽ പാറ്റേൺ റൂൾസ് നിങ്ങൾക്കറിയാം, ശരിക്കും അറിയണം. കാരണം വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ റൂൾ ബേസിൽ നമ്മൾ ഇത് നോക്കുകയാണെങ്കിലുണ്ടോ, ഇത് 0.1, ഇത് 2, ഇത് 3 ആൻഡ് 4th മാക്സിമം റേഷ്യോ ആണ്. ആൻഡ് 5th അതാണ് പറയുക. ഡീപ്പ് പഠിക്കണം. 1-2 പേർക്ക് അറിയാം. ഞാൻ ഇന്ന് പറയുകയും ചെയ്തു പ്രൈസ് എനി ഹൗ ഇതടിക്കണം. അവരെന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യായിരിക്കും. ഐ ഹോപ്പ് സോ. റീഡ് ചെയ്യാൻ എനിക്കത് തന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ അപ്കമിങ് ടൈമിൽ നമുക്കതൊക്കെ എല്ലാം കൂടി പ്രോപ്പർലി ഡീപ്പ് നോളജ് നമുക്ക് കിട്ടും. പ്രോഫിറ്റ് കിട്ടുമോ എനിക്കറിയില്ല, ഗ്യാരണ്ടിയില്ല, ഒന്നും പറയാനില്ല. ബട്ട് ഡീപ്പ് നോളജ് നമുക്ക് കിട്ടും. ചാർജ് സ്മോൾ ടൈമിൽ റീഡ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ക്രൂഡ് ഓയിൽ അനാലിസിസ് എടുക്കാം. ക്രൂഡ് ഓയിൽ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ക്രൂഡ് ഓയിൽ എന്തോ കോലാസ്പിലേക്ക് എടുക്കും എന്നുവെച്ചാൽ ഇത് പോക്ക് ഇച്ചിരി കൂടുതലായിപ്പോയി, ഹെവി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ക്രൂഡ് ഓയിൽ അവോയ്ഡ് ചെയ്യുക, ബെറ്റർ അത് തന്നെയാണ്. അവർ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം മാർക്ക് ചെയ്ത് റീഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്രൂഡ് ഓയിൽ എന്താണ്? ക്രൂഡ് ഓയിൽ സ്മോൾ ടൈമിൽ വരുന്ന ഫോൾ നമുക്ക് റീഡ് ചെയ്യാം. വരുന്ന ഈ റീട്രേസ്മെൻറ്റ് ഉണ്ടല്ലോ, ഇത് 1, ഇത് 2, ഇത് 3 ആണ്. ഐ ഫീൽ സോ യെസ് 1, 2, 3 or ABC 1, 2, 3, 4, 5 yes A1 ABC. ഓക്കെ, സോ ഇതാണിപ്പോൾ റെസിസ്റ്റൻസ്. ബുള്ളിഷ് ഇനി ക്രൂഡ് ആവാനാണെങ്കിൽ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് മാത്രമേ ക്രൂഡിലേക്ക് പോകുള്ളൂ, ഈ ട്രെൻഡ് ലൈൻ്റെ അബവ്. അല്ലെങ്കിൽ ക്രൂഡ് സ്റ്റിൽ താഴേക്ക് വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, A B NCCയുടെ 1, 2 ഇത് ഫുൾ 3, 4. സോ ക്രൂഡിൻ്റെ ഇപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, 1, 2 ABC ആണ്. സിയുടെ അകത്ത് 1, 2, 3 ഞാൻ കാണിച്ചു തരാം. സിയുടെ അകത്ത് 1, 2, 3 ആണ് ഇപ്പോൾ ഓൺ ഗോയിങ്. 4th ഇന്ന് ആയിട്ടില്ല. ഇത് ഇവിടുന്ന് ABC ആണ്. സിയുടെ ഇത് 1 ആയി. ഓക്കെ, ഗ്യാപ്പ് ഇത് 2 ആയി. ഇത് ഫുൾ 3 ആയി. 4th ബൗൺസ് മേ ബി ഇനി വരാം. 4th ബൗൺസ് ആൻഡ് ദെൻ 5th ഫോൾ മേ ബി വീണ്ടും നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ 3rd ഇതാണ്. സോ 4th മാക്സിമം ഐ തിങ്ക് 3rd എക്സ്റ്റൻഷനിലാണ്. യെസ്, 3rd എക്സ്റ്റൻഷനിലാണ്. സോ അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ബൗൺസ് വരേണ്ടതാണ്. ബൗൺസ് 23.60% ആൻഡ് 38.20%. മാക്സിമം അത്രേ പറയാനുള്ളൂ 3rd എക്സ്റ്റൻഷനാണെങ്കിൽ. ഓർ റെയർ കേസസിൽ 50%. ഇതാണ് റെസിസ്റ്റൻസ്. സോ ബൗൺസ് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസ് താഴേക്ക് പോകേണ്ടതാണ്. ബുള്ളിഷ്നെസ് ഇത് 50% അബവ് മാത്രമേ നോക്കാവുള്ളൂ ക്രൂഡിൽ. ഓക്കെ, സോ മേ ബി ഒരു ബൗൺസ് 23.60%, 38.20%. ദെൻ പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു താഴേക്ക് ലാസ്റ്റ് വരും കംപ്ലീറ്റ് ചെയ്യും. മേ ബി ഇവിടെ എവിടെയെങ്കിലും ടച്ച് ചെയ്യും. പിന്നെ നമുക്ക് ബൗൺസ് പ്ലേ ചെയ്യാം ഫോർത്ത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ഇത് ഇവിടെ സപ്പോർട്ടിൻ്റെ അവിടെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി അങ്ങനെ തന്നെ പോട്ടെ, ഒന്നും പറയാനില്ല. ഈ ചാനലിൻ്റെ അകത്താണ്. ഈ ചാനൽ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ഫോൾ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇത് മുകളിലേക്ക് തന്നെ കൊണ്ടുപോകുള്ളൂ. ക്ലിയർ ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല.
സെൻസെക്സ് പോകാം. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെ നമുക്ക് റീഡ് ചെയ്യാനുള്ളതാണ്. സെൻസെക്സ് ബിഗർ ടൈം ഫ്രെയിമിൽ ക്ലോസിങ് ഇതന്നെ അബവ് കിട്ടിയാൽ മാത്രമേ ബുള്ളിഷ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് റീഡ് ചെയ്യണം. അതുപോലെ തന്നെയാണ് 1 2 3 4 ബുള്ളിഷ്നെസ്. ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിൻ്റെ ഭാഗം മാത്രമേ ഓവറോൾ ബുള്ളിഷ്നെസ് ഉണ്ടാവൂ. റൈറ്റ്, ആൻഡ് ദിസ് ഇസ് ദ ലോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, യെസ്, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. താഴേന്ന് എക്സാക്ട്ലി സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് മുകളിലേക്ക് കയറുന്നത്. ഇതിൻ്റെ അകത്ത് കയറിയാൽ മാത്രമേ ഇനി ഓവറോൾ ബുള്ളിഷ്നെസ് ആവുള്ളൂ. അത് ഓക്കെ, ഇത് ഐ തിങ്ക് ബുള്ളിഷ് സൈൻ കാണിക്കുന്നുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. ഇതിനകത്ത് തിരിച്ച് കയറിയാൽ നല്ലൊരു ബുള്ളിഷ് സൈൻ നമുക്ക് കിട്ടും. കാരണം പിൻബാർ പോലെ ഇങ്ങനെ 1 hour ടൈമിന് പ്രൈസ് തിരിച്ച് കയറിയേക്കാനാണ് മുകളിൽ പിൻബാർ ഉണ്ടാക്കിയിട്ട് 1 hour ടൈം ഫ്രെയിമിൽ പിൻബാറാണ്. സോ ഇത് 1, ഇത് 2 ആൻഡ് ഇത് 3. ഇതാണ് നമ്മുടെ ഇതിൻ്റെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൻ്റെ. ഇത് പെർഫെക്റ്റ്ലി ഇത് പ്രൈസ് മുകളിൽ പോയിരിക്കുന്നത് 1 50 minutes ടൈം ഫ്രെയിമിൽ 2 ആൻഡ് 3. ഓക്കെ, 3 റെസിസ്റ്റൻസ് ഇതൊക്കെയാണ് എല്ലാം 100%, 100% ആൻഡ് 127 161.8. ഇതൊക്കെ റെസിസ്റ്റൻസാണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ദിവസം വരുത്തും. ഓക്കെ.